വെറും തോന്നലാണ് മൂന്നാം സ്ഥാനം പോകും. തീർത്തും പറയാൻ പറ്റില്ല. കാരണം സുരേഷ് ഗോപിക്ക് സാധ്യത ഇപ്രാവശ്യം തൃശ്ശൂർ എടുക്കാൻ സാധിക്കട്ടെ. സുരേഷ് ഗോപി എല്ലാവരും കൂടെ പറയ പോലെയാണ്. കേരളത്തിലെ സുരേഷ് ഗോപി ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. നമ്മള് കേട്ടറിവാൻ മാത്രമേ ഉള്ളൂ. BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ പറ്റും. വെറും തോന്നലാണ് മൂന്നാം സ്ഥാനം പോകും. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? അതേ ഒരു നല്ലൊരു നടനാണ്, അത് സമ്മതിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയം എന്നുള്ള പുള്ളിക്ക് അറിയില്ല. പുള്ളിക്ക് മറ്റുള്ള പല ചിന്തകളിലേക്കുള്ള ഒരു യാത്രയാണ്. ഒന്നാമത് വർഗീയതയുടെ കൊടും മുടിയാണ് പുള്ളിയുടെ സംസാരത്തിൽ തന്നെ നമുക്ക് വീക്ഷിക്കാവുന്നേ ഉള്ളൂ. കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ മാധ്യമങ്ങൾ തന്നെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ പുള്ളിക്ക് രാഷ്ട്രീയത്തിൽ പറ്റുന്നതല്ല. പുള്ളി നല്ല അഭിനയിക്കട്ടെ എന്നുള്ളത്. തീർത്തും പറയാൻ പറ്റില്ല. കാരണം സുരേഷ് ഗോപിക്ക് സാധ്യതയുണ്ട്. പക്ഷേ അവിടെ ചെറിയൊരു വിഷയം ഇപ്പോൾ മുരളീധരൻ മത്സരിക്കുന്നു എന്നുള്ളതാണ്. വടകരയിൽ നിന്ന് മുരളീധരൻ തൃശ്ശൂരിലേക്ക് വന്നപ്പോൾ സുരേഷ് ഗോപി ഒന്ന് ഡൗൺ ആവുമെങ്കിലും ഒരു ചെറിയ ഭൂരിപക്ഷം ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും LDF മുന്നോട്ട് പോകും. എന്തായാലും എനിക്ക് തോന്നുന്നു 50-50 ചാൻസ് ആണെന്ന് തോന്നുന്നു. മത്സരം കോൺഗ്രസും ഇന്ത്യയും തമ്മിലായിരിക്കും തൃശ്ശൂരിൽ. സുരേഷ് ഗോപി സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ മുരളീധരൻ വരുന്നത് കൊണ്ട് ഒരുപക്ഷെ സാധ്യത കുറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം തൃശ്ശൂർ എടുക്കാൻ സാധിക്കട്ടെ. പേഴ്സണലി പുള്ളി ഭയങ്കര ഇഷ്ടമാണ്. രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയത്തിന് വരുന്നവേ പുള്ളി കുറെ ഹെൽപ്പിംഗ് മെന്റാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ആരിപ്പോൾ എന്ത് നോക്കിയാലും പുള്ളിയെ രാഷ്ട്രീയമായിട്ട് വൽക്കരിക്കുന്നത് കൊണ്ട് പറയാൻ പറ്റില്ല. കുറച്ച് പുള്ളി പേഴ്സണലായിട്ടില്ല, പക്ഷേ കുറച്ചവരുടെ അറിവനുസരിച്ച് കേട്ടിട്ടുള്ളത് വെച്ചിട്ട് സാധ്യതയുണ്ട്. ബാക്കി രണ്ടുപേരും അറിയാം. അപ്പം അതുകൊണ്ട് സുരേഷ് ഗോപി എല്ലാവരും കൂടെ പറയ പോലെയാണ്. ഞങ്ങളൊരു ഫിലിമിലെല്ലാം ഉണ്ടായതാണ്. അവിടെ സുരേഷ് ഗോപി നമ്മളൊരു കുടുംബാംഗം പോലെയാണ് ഞങ്ങളുടെ സ്നേഹം. അതുപോലെ പിന്നെ നമ്മളെ കരുണാകരൻ സാറിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു മുഖ്യമന്ത്രിയായി. നമ്മൾ ആരെടുത്തും വരുമല്ല. ഇപ്പം ഇരിക്കുന്ന മുഖ്യമന്ത്രി നല്ല കാര്യങ്ങളൊന്നും ചെയ്യാത്തുണ്ടല്ലോ കുഴപ്പമുള്ളൂ. ബാക്കിയൊന്നും കേരളത്തിൽ നമുക്ക് പറയാനില്ല. സാധ്യത ഉണ്ട്. ഈ കറൻ്റ്ലി നമുക്ക് കാണുന്ന നമ്മുടെ കേരളത്തിൽ തന്നെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ജയം കാണത്തില്ല. സുരേഷ് ഗോപി സ്ട്രോങ് സ്ഥാനാർത്ഥിയാണ്. കാരണം അദ്ദേഹത്തിന് പാർട്ടിക്ക് അതീതമായി നല്ല വോട്ട് കിട്ടാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ്. എല്ലാവരും കാരണം പുള്ളി ഒരു MP ആവാതെ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ പുള്ളിക്ക് കുറച്ച് മറ്റേ എതിർ കക്ഷികളെ എങ്ങനെ വോട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. തൃശ്ശൂര് പിന്നെ ഈ മുരളീധരൻ കൂടെ വന്നതോടുകൂടി ഈയുടെ ചാൻസ് അങ്ങാണ്. ആരുടെ? സുരേഷ് ജയിക്കുമായിരുന്നു. നടന്നത് അവിടെ മുരളീധരൻ ഒരു 2000 വോട്ടിനെങ്കിലും ജയിക്കും. 2000 വോട്ടിനെങ്കിലും ജയിക്കും. തൃശ്ശൂർ വളരെ സുരേഷ് ഗോപിയാണ് നിൽക്കുന്നത്. അതിൻ്റെ കൂടെ മത്സരിക്കുക വേറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉറപ്പ് പറയാനുള്ള ഒരു ഇതില്ല. ഈ പ്രാവശ്യം സുരേഷ് ഗോപി നിന്നു തോറ്റു. നിർദ്ദേശിച്ചത് എങ്ങനെയാണെന്ന് വീണ്ടും പറയുന്നു. ഞാൻ ഒരു സിനിമ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഞാൻ കൊണ്ടേ പോകണമെന്ന് പറഞ്ഞത്. അത് പറയാൻ പറ്റില്ല. ഇലക്ഷനാണ്. ആര് വോട്ട് ചെയ്യുന്നു, അത് എങ്ങനെ ചെയ്യുന്നു, ഒരു പ്രവർത്തനം ചിലപ്പോൾ കാണുമായിരിക്കും. സുരേഷ് ഗോപി ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. വേറെ ആരും വരാൻ ചാൻസ് ഇല്ല. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിക്കുമെന്നൊരു തോട്ടം? പുള്ളിയുടെ ഒരു പേഴ്സണലി ആളുകളുമായിട്ടുള്ള ഒരു റിലേഷൻ വെച്ചിട്ട് വരാൻ ചാൻസ് ഉണ്ട്. വേറെ ആരും വരുമെന്ന് തോന്നുന്നില്ല.